ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ദില്ലിയിലെ പുതിയ കാഴ്ചയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പാർക്കിലാണ് കേട്ടോ. 1936 നിർമ്മിച്ച ഒരു പാർക്കാണിത്. ഈ പാർക്കിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലേഡി വെല്ലിംഗ്ടൺ പാർക്ക് എന്നാണ്. ഇത് ദില്ലിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പാർക്കിൽ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞുള്ള കാഴ്ച. അതായത് നല്ല കല്ലുകളൊക്കെ വിരിച്ചുള്ള നടപ്പാതകളാണ്. ഇത് ഏകദേശം ഒരു 90 ഏക്കറിലുണ്ട് ഈ പാർക്ക്. ഈ പാർക്കിൽ മെയിനായിട്ടൊരു തടാകം, പിന്നെ ചക്രവർത്തിമാരുടെ ശവകുടീരങ്ങൾ, പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റിനുള്ള ഐറ്റംസ്, പിന്നെ നല്ലൊരു ഉദ്യാനം, അങ്ങനെ നല്ല നല്ല കുറച്ച് നമ്മളീ കാണുന്ന നിർമ്മിതിയാണ് സിക്കന്ദർ ലോധിയുടെ കല്ലറയ്ക്ക് ചുറ്റുമുള്ള ആ ഒരു കോട്ട. ചെറിയ ചെറിയ കിളിവാതിൽ പോലത്തെ വാതിലുകളാൽ കരിങ്കൽ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കോട്ട. സൈഡിൽ മൊത്തം നല്ല മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ സുന്ദരമാക്കി വെച്ചിരിക്കുന്നത്. ഇന്നലെ സഞ്ചാരികളിവിടെ കാണുന്നതായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ആ കോട്ടയ്ക്ക് ചുറ്റും ഒന്ന് നടന്ന് കാണുകയാണ്. നമ്മളിപ്പോൾ ഇറങ്ങി വരുന്നതാണ്. കോട്ടയുടെ സൈഡിൽ തന്നെ ഒരു വലിയ തടാകമാണ് ഈ കാണുന്നത്. നല്ല പച്ച കളറിലെ വെള്ളം. ദൂരെ ആർച്ച് ടൈപ്പിൽ കിട്ടിയൊരു ഗേറ്റൊക്കെ ഉണ്ട് തടാകത്തിനകത്ത് തന്നെ. വാട്ടർ ഷോ ഒക്കെ നടക്കാറുണ്ട് വല്ലപ്പോഴും ഇതിൽ. ഞാൻ വന്ന ദിവസം കാണുന്നതിന് എനിക്ക് ടൈമില്ലായിരുന്നു. ഞാൻ ഏകദേശം ഒരു ഉച്ചയായപ്പോഴേക്കാണ് ഇവിടെ വന്നത്. നിറയെ ആൾക്കാർ തടാകത്തിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് സമയം ചെലവഴിക്കുന്നതായിട്ടുണ്ട്. ചുറ്റും ഇരിക്കുന്നതിനായിട്ടൊക്കെ ഇരിപ്പിടങ്ങളും മറ്റും ക്രമീകരിച്ചിട്ടുണ്ട് ഇതിന് ചുറ്റും. നമുക്കിനി കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാം. നമുക്ക് അകത്ത് ലോധിയുടെ കല്ലറയും അതിൽ നിന്നുള്ള നിർമ്മിതിയും ഒക്കെ കാണുന്നതിനായിട്ട് ഉള്ളിലേക്ക് പോകാം. ഇതാണ് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച. കോട്ടയുടെ ഫ്രണ്ടിൽ രണ്ട് സൈഡിലായിട്ട് മറ്റ് പണ്ട് കാലത്തെ ഭടന്മാർ നിന്നിരുന്ന കവാടം കാണാൻ പറ്റും. ഇതാണ് നേരെ കാണുന്നതാണ് ലോധിയുടെ കല്ലറ. ഈ സിക്കന്ദർ ലോധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ ഭരിച്ചുകൊണ്ടിരുന്ന സുൽത്താനായിരുന്ന ബഹ്ലൂൽ ലോധിയുടെ മകനാണ്. 1489 പിതാവിൻ്റെ മരണശേഷം അതേ വർഷം തന്നെ സിക്കന്ദർ ലോധി ഭരണം ഏറ്റെടുത്തിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. 1517 അദ്ദേഹം മരണമടയുകയും ചെയ്തു. ഈ കല്ലറ പണിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന, അതായത് സിക്കന്ദർ ലോധിയുടെ മകനായിരുന്ന ഇബ്രാഹിം ലോധിയാണ് ഈ കല്ലറ സിക്കന്ദർ ലോധിയുടെ പേരിൽ പണി കഴിപ്പിച്ചത്. നമ്മൾ ഈ കാണുന്നതാണ് സിക്കന്ദർ ലോധിയുടെ ഒരു കല്ലറ. കല്ലറയ്ക്ക് ചുറ്റുമായിട്ട് ഏകദേശം വലിയൊരു കോട്ട പോലുള്ളൊരു നിർമ്മിതിയാണ് നിർമ്മിച്ചത്. എല്ലാം നല്ല കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലൊക്കെ ഉണ്ട്. ഇത് കോട്ടയുടെ മുകളിലെ ഒരു ചിത്രകലയാണ്. കോട്ടയ്ക്ക് ചുറ്റും പാർക്കാണ്, അതായത് ഗാർഡനിങ് ആണ് ഫുള്ള്. ഇവിടെ പ്രവേശനമൊക്കെ ഫ്രീ ആയിട്ടാണ്. രാവിലെ 6 മണി മുതൽ
അപ്പോൾ നമുക്ക് കല്ലറയ്ക്ക് ചുറ്റുമായി നിർമ്മിച്ചിരിക്കുന്ന കോട്ടയും ഇതൊന്ന് നടന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.